Yeah, of course. വാ വാ. പറയൂ. റാഷ് എന്താ പരിപാടി? എടാ എന്താടാ ഹലോ കുട്ടി, പേരെന്താ? പേര് റാഷ. ആശയാ? ആശയല്ല, റാഷ. റാഷ. റാഷ ചെവിക്ക് എന്തെങ്കിലും ഓ, കുഴപ്പമുണ്ടോ? എന്താണ് ബ്രോ? എന്താ എന്താ എന്താ? പ്രശ്നം? ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാ ആ ബ്രോയുടെ വായിച്ചാണോ കൊച്ചു സംസാരിച്ചല്ലേ? ഏത്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ പറയടാ. വാ വാ വാ. എന്നാ നീ കാര്യം ചെയ്തില്ല, വെള്ളത്തിൽ തല മുങ്ങി കിടന്നിട്ട് എടാ സംസാരിക്കും. അതൊക്കെ ഞാൻ എന്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യും, മനസ്സിലായ? നീ എന്റെ പണി നോക്കി പോടാ. എടാ ഓ, നീ ആര് അത് പറയും? എന്താ പട്ടിയാടാ നീ? കെട്ടിയിട്ടെ മുതുകി കൊണ്ടുപോയി. നിന്റെ പേരിടെ പറയേണ്ട ആവശ്യമില്ല. വിട്ടോ 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 വിട്ടോ. ഒരു ബെൽറ്റ് ഇട്ടാ പുറകെ വരുമോ? എടാ നിന്റെ പേരിടെ പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? എന്റെ പേരല്ല, ഞാൻ പട്ടിന്ന് വിളിച്ചപ്പോ നീ എടാ അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് നിന്റെ പേരിടെ പറയേണ്ട ആവശ്യമില്ല. നെഞ്ചത്തോടെ കിടക്കുന്ന മറ്റേ ബെൽറ്റ് ആണ്. എടാ മോനെ, ഞാൻ നിന്റെ അടുത്ത് വരാം ഒരു 5 മിനിറ്റ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരാം. വരാം. ഓക്കെ റാഷിങ്ങോ? അല്ല അത് ഞാൻ കുറച്ചേറ്റ് കൊടുത്തോളാം. നമുക്ക് മടുത്ത വരാം നിക്ക്. ഓക്കെ റാഷ എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ ചേച്ചി ഇവിടെ ഉണ്ട്, അപ്പം ചേച്ചീനെ ഒന്നും കൂടെ ഒന്ന് കാണാലോ വെച്ച് വന്നതാ. പക്ഷെ ആള് വന്നില്ല, ആളെത്തിയില്ല. ഇവിടെ സിംഗിൾ ആണോ നീ? അതെ. ആ എന്നിട്ട് എന്താ പരിപാടി? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഇന്നലെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അവരുടെ കൂടെ അന്താശ്ശേരിയൊക്കെ കളിച്ച് ഇവിടെ ഇരിക്കായിരുന്നേ. പെട്ടെന്ന് കത്തിപ്പോയി. അങ്ങനെ ഞാൻ പിന്നെ കേറിയില്ല. ഇന്ന് വന്നപ്പോഴാണ് അവരൊക്കെ മീറ്റ് ചെയ്യണേ. അപ്പൊ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അവിടെ. യെസ്. അപ്പോ നിങ്ങൾ ഒറ്റക്കേടെ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്തിയേ? ഫ്രണ്ട്സ് അല്ല, ഞാൻ ഇവിടെ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. പേരെന്താ? അല്ല എന്നിട്ട് നീ ഇവിടെ സിംഗിൾ ആണോ? റാഷ കുട്ടി, നമ്പർ ഫോണുണ്ടോ? ആ ഉണ്ട്. ഞാൻ നമ്പർ ഡ്രോപ്പ് ചെയ്യാവേ. പേരെന്തായിരുന്നു? പേര് നേരത്തെ പറഞ്ഞല്ലേ ഇവൻ. ഞാൻ കേട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ ഇവന്റെ പേര്. ഞാൻ പറഞ്ഞല്ലേ? ബ്രോ പറ എന്റെ പേര് പറ കേക്കട്ടെ. അല്ല നേരത്തെ പറയുന്ന കേട്ടല്ലോ. എന്തോ എന്തോ പീലെന്തോ തുടങ്ങുന്ന പേര്. അല്ല അത് ബ്രോയുടെ പേരാ, പട്ടിന്ന് വിളിച്ചത്. അപ്പൊ അത് നിന്റെ പേരല്ലേ? ആണോ? എടാ പട്ടി. അതെ വിളി കേട്ടല്ലോ. ഓക്കെ. അപ്പൊ റാഷ ഹലോ ചേച്ചി, ഞാൻ മുതുക്കിലുണ്ട്. ഇത് നല്ല ബീച്ച് സൈഡ് ഇല്ലേ? നമ്മൾ ഇന്നലെ അന്താക്ഷരി കളിച്ചേ. അല്ല റാഷിനെ സെറ്റ് ആക്കണോ ഇതാക്കണോ എന്തൊക്കെ ചെയ്യണ്ടേ? അല്ല റാഷ. ഓ എന്തോ ഞാനിവിടെ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല. ഇങ്ങനെ നടക്ക. സെറ്റാക്ക്, കുട്ടികളുണ്ടാവില്ല ഇവിടെ. ഞാൻ വേണേ ചേച്ചിനോട് അന്വേഷിക്കാൻ പറയാം. ഒന്ന് അന്വേഷിക്കട്ടാ. ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. ഞാൻ വരുന്നതിന് മുമ്പ് ചേച്ചി അവിടെ ഉള്ളത്. ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചോക്കാം. മനസ്സിലാക്കി കളഞ്ഞു കൊച്ചു കള്ളൻ. മറ്റവനടെ ഒരുത്തനുണ്ടായിരുന്നല്ലോ ഒരു. അടിപൊളി. എടാ നീയല്ലേ ഇപ്പം വന്ന് ചോർന്നത്? ചേച്ചിട്ടോ. അത് വീട്ടിൽ പോയി വിളിച്ചോട്ടാ. ഇതാ എന്റെ ചേച്ചി ചേച്ചി എൽസ അല്ലേ? എന്ത് ചെയ്യുന്നു എൽസ? ഇത് ഷമീർ. ഹായ്. ഞാനിങ്ങനെ ഇവിടെ റാഷനെ ഒന്ന് പരിചയപ്പെടുകയായിരുന്നു. പിന്നെ ചേച്ചിയുടെ ഒരു കാര്യം പറയാനുണ്ട്. ഷമീറിന്റെ ഒരു കാര്യമാണ്. പറയുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്നില്ലേ? അല്ല എന്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്ക് റാഷ. ചേച്ചി ഇങ്ങനെ ചേച്ചി
ഈ ഷെമിക്ക് ഒരു ഗേൾ ഫ്രണ്ടിനെ വേണം. അപ്പൊ ഇവിടെ നല്ല കുട്ടി സിംഗിൾസ് ആരെങ്കിലും ഉണ്ടോ? നിലവില് പീടിയിലൊരു കുട്ടിയുണ്ടെന്ന് പറയുന്നത് കേട്ടു. എന്ത് പേര്? യുമിയ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. എന്താ പേര്? യുമിയോ? യുമിയ എന്ന് പറഞ്ഞു. യുമിയോ? ആ. കാണാൻ പറ്റുമോ? പിന്നെ ഇപ്പൊ പീടിയിലുണ്ടോന്ന് അറിയത്തില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കോ? എന്റെ നമ്പർ ഇല്ല, അറിയാവുന്ന ആളുണ്ട്, ഞാൻ ചോദിച്ചു നോക്കട്ടെ. രുദ്ര ഹായ്. ഹലോ. നല്ല കേട്ടുവരുന്നുള്ള പേര്. എടാ എന്താ പേരെന്താ? കുരിശിങ്കലാ? എന്താ കുരിശിലെന്താന്ന്? കുരിശിലൊന്നുമില്ല ബ്രോ. കുരിശിൽ എന്തൊക്കെ വേണം നിനക്ക്? കേറണ കുരിശില് കേറണെങ്കില് അവൻ കേട്ടി തരും. പിന്നെന്ത് ചെയ്യണോ? അപ്പൊ കോണയല്ലാണ്ട് വേറെന്താ നിന്നോട് ചെയ്യണ്ടേ? കോണയല്ലാണ്ട് വേറെന്താ ചെയ്യണ്ടേ? നീ പറ, വേറെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ. നീ എന്നാ കുരിഞ്ഞേക്ക്, ഞാൻ പിന്നാലെ വന്നിക്കാം. അത് നിന്റെ പണി. അത് നീ നിന്റെ അനിയനെ അവനെ മറ്റേ വിളിച്ചോ. നമ്മൾ ശാന്തിയുടെ സമാധാനത്തിന്റെ മാർഗത്തില ബ്രോ. ഈ ബെൽറ്റ് ഇട്ട പട്ടി ഒന്ന് പലതും കുരയ്ക്കും ബ്രോ. മൈൻഡ് ആക്കരുത്. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് ബ്രോ, ഞാൻ ചോദിക്കും. അല്ല ഇവിടെ തെറി വിളിക്കാൻ പറ്റുമോ? ഇവിടെ തെറി വിളിക്കാൻ പറ്റുമോ? എടാ നീ നിന്റെ പേര് കുറേ സമയമായി, നിന്റെ പേര് കുറേ സമയമായി നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പട്ടി പട്ടി പട്ടിന്ന്. അത് എല്ലാവർക്കും നിന്നെ പോലെ ഒരു സാധനം എന്റെ ഞാൻ കാണിച്ചു തരാം. മൊണ്ണകൾ കൊറേ എണ്ണം കൂടിയിട്ടുണ്ട് ഇവിടെ. നിന്റെ ആരെയും വേണോ? ഇത് നിന്റെ ആരെയും വേണോ? നിന്നെ എന്നെ വളർത്തിയിരിക്കുന്നത് നിന്റെ ആരെയും വേണോ? നിങ്ങള് രണ്ടുപേരും ഒരേ വീട്ടിൽ ഇരിക്കുന്ന ഇതെന്താടാ? ഒരു വീട്ടിലാണോ രണ്ടുപേരും? നിങ്ങള് ഒരു വീട്ടിലാണോ നിങ്ങള്? നിന്റെ അനിയനല്ലേ? അയ്യോ എല്ലാരും ചിരി പ്ലീസ്. എല്ലാവരും ചിരി പ്ലീസ്. എല്ലാവരും ചിരിക്ക്. രണ്ട് പട്ടി ചിരിക്കാത്തത് സപ്പോർട്ട് ചെയ്തോടാ. എടാ ഞാൻ പറയാട്ടെ ഇവരോട് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയാട്ടോ. നിന്റെ അടുത്താള് വന്നു ബാക്കിൽ പോയി വിളി. എടാ ഒന്നും വേറെ എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്താ പറയുന്നുണ്ട്? നീ പറ. എന്താടാ പോലെ നീ എന്തെങ്കിലും ഇതായിട്ട് പറയുന്നത് എന്താന്ന് വെറുതെ എന്തായിട്ടാ പറയണത്? നീ പറ. നിന്നെ ഞാൻ എന്തായിട്ടാ പറയണേന്ന് പറ. നമുക്ക് ഇവിടെ ഇരിക്കാം. ബാ നീ വാ. നിന്നെ എന്തായിട്ടാ പറയാ? നിന്നെ ഞാൻ യൂസ് ചെയ്യണോ? നീ പറ. നിന്നെ എങ്ങനെ യൂസ് ചെയ്യണ്ടേന്ന് പറ. നീ പറയുന്ന രീതി ഞാൻ നിന്നെ യൂസ് ചെയ്യാം. രസല്ലേ? പറ. ഇരി എന്നിട്ട് പറ ബ്രോ, എന്തെല്ലാം വിശേഷം? ഹലോ ബ്രോ. എന്താ ബ്രോ പെഡിഗ്രി ആണോ നിന്റെ? ഡ്രോൾസ് ആണോ മറ്റേതാണ്? അതാ വേസ്റ്റ് ആണോ? അല്ല അത് നിന്റെ വീട്ടിലുള്ള ആൾക്കല്ലേ അറിയൂ. എനിക്ക് ഫുഡ് മേടിച്ചത്. എന്റെ വീട്ടിലെ പട്ടി നീ കൊരയ്ക്കെന്താ? കൊര അല്ല വീട്ടില് അങ്ങനെയാണോ വളർത്തിയിരിക്കുന്നത്? നീ ഡെയിലി കൊരക്കുമായിരിക്കും അല്ലേ? സോറി. നീ ഇപ്പൊ പട്ടി നിന്റെ പേരെന്താ ഒന്ന് പറയോ? പട്ടിന്നാണോ? മിസ്റ്റർ പട്ടി, ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നീ ഈ 5-6 ആൾക്കാരെ കൂട്ടി നിർത്താം. അവര് ചിരിക്കാൻ വേണ്ട. അല്ലാണ്ട് നീ ഇങ്ങനെ വെറുതെ പറയുന്നോണ്ട് എന്താ? നിന്റെ ഭാഷ മനസ്സിലാവത്തില്ല. എനിക്ക് പട്ടികളെ കുരയ്ക്കുമ്പോ മനസ്സിലാവുന്നില്ല. പെഡിഗ്രി ആരെയും പിടിച്ചിരുത്തി ചെടി കെട്ടി കൊടുത്തേ വിശക്കുന്നാ പറയുന്നത്. എടാ പെഡിഗ്രി വായിച്ചോറേ. വിശക്കുന്ന വിശക്കുന്നത്ര എന്താന്ന് വെച്ചാ പറ. സ്റ്റോപ്പ് ബാഗിന്റെ പട്ടി. എന്തൊരു മണ്ടന്മാര്. കണ്ണാടിയാ. എടാ എനിക്ക് നിന്നെ ഞാൻ പോയെന്നാ. നാടൻ പട്ടിക്ക് ഷൂസ് എന്തെങ്കിലും കുറച്ചും കൂടി റൈറ്റ് ബൈറ്റ് ആയിട്ട് എന്തെങ്കിലും പറയും. ഇതെന്താ
എടാ നാടൻ പട്ടിക്ക് യൂസ് എവിടെ പോകാ ഹോസ്റ്റേജ് ആയാലോ ആ അതെ അതെ ഇതാരാ ആ പറഞ്ഞോ എടാ ഒരു മിനിറ്റ് എടാ ഒറ്റ സെക്കൻഡ് എടാ നെക്സസ് ഉടുപ്പിട്ടവന്മാരെ ഇങ്ങോട്ട് വന്നെടാ നെക്സസിന്റെ ഉടുപ്പ് ഇങ്ങോട്ട് വന്നെടാ അല്ല ബ്രോ എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ലല്ലോ അല്ലല്ല ബ്രോക്കല്ല ഈ ബ്രോക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം ബ്രോക്ക് എന്താ പ്രശ്നം വെറുതെ ആരുടെ എന്റെയോ ഞാനവിടെ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഇവനല്ല എന്നെ പറഞ്ഞത് അല്ല ഞാൻ എന്നെ പറഞ്ഞത് മറ്റവനാ ആ മൊത്തം ടാറ്റു അടിച്ചിരിക്കുന്നത് ഇവനാ പറഞ്ഞ എന്താ ബ്രോ ഇങ്ങനെയൊക്കെ വേറെ സിറ്റി പുതിയതൊന്നല്ല ബ്രോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല ഒരു മര്യാദ ബ്രോ ഇതെന്താ ബ്രോ ഇതാക്കണ ബ്രോ ചോദിക്ക് എന്താ ബ്രോ എന്താ ഒരു മര്യാദ എന്ത് പട്ടി ബ്രോ സിറ്റി പുതിയ ബ്രോനെ കടിക്കുന്നുണ്ടോ ബ്രോ അല്ല ബ്രോനെ കടിക്കുന്നുണ്ടോ ബ്രോ ഇല്ലല്ലോ കണ്ടോ ബ്രോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ മോൺസ്റ്റർ ആടാ എവിടെ എന്താ ബ്രോ പ്രശ്നം സംഭവം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോ എന്തോ ചോദിച്ചപ്പോ തന്നെ ഇവന്മാര് എന്തോ ഒരു എന്താ പറയാ നമ്മളൊരു സ്ഥലത്ത് പുതിയതായിട്ട് വരുമ്പോ പട്ടികളുണ്ടാവും ബ്രോ അത് കൊറേ പട്ടികളുണ്ടാവും അത് കൊറേ അച്ചിപ്പട്ടികളുണ്ട് അതെ അച്ചിപ്പട്ടികളുണ്ടാവും മനസ്സിലായോ എനിക്ക് പ്രൈവറ്റ് ആയിട്ടൊന്ന് നിങ്ങളുമായി സംസാരിക്കണം ബ്രോ ഒന്ന് വരുമോ പ്രൈവറ്റ് ആയിട്ടാ ഇവന്മാർ ഇത് വെറുതെ ഞാൻ ഇന്നലെ വന്നു എന്തോ ബ്രോ അതൊക്കെ റൂമില് ബ്രോ ഓപ്പൺ ഏരിയയിൽ ഗൂഗിളിൽ പോയി നോക്ക് അത് വായിക്കാനുള്ള ബുദ്ധി ഇല്ലാന്ന് നിന്റെ ഈ കോലം കണ്ടാ അറിയാം കേട്ടറാ ഞാൻ പറയുന്നില്ല ബ്രോ എന്താ ബ്രോ തലയിൽ എന്താ ബ്രോ ഈ ജർമ്മൻ ഷെപ്പേർഡ് തലയിരിക്കുന്ന പോലെ ബ്രോ അതിന്റെ എന്തിനാ ബ്രോ വെറുതെ ഇങ്ങനെ എന്നാലും വേറെ എല്ലാരും പറഞ്ഞ ഞാൻ കേട്ടോ ഈ നാടൻ പട്ടിക്ക് ഷൂസ് ഒന്നും ഇപ്പഴാ നേരിട്ട് മിസ്റ്റർ പട്ടി അവ കയ്യില് ആരോടാണ് എങ്ങോട്ടാണ് സംസാരിക്കുന്നതെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല നീ ഇവിടെ നിക്ക് നിനക്ക് ഞാൻ കാണിച്ചു തരാം നിനക്ക് ഞാൻ കാണിച്ചു തരാം നീ ആരോടാ സംസാരിച്ചതെന്ന് നീ ആരോടാ സംസാരിച്ചതെന്നു നീ പ്രൈവറ്റ് ആയിട്ട് എന്തോ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളൂ അതിന്റെ മണവും പിടിച്ച് വരുന്ന ഒരു പട്ടിയല്ലടാ നീ അല്ലേ ഇപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് എന്താന്ന് വിളിക്കുന്നത് അത് തന്നെ ആയിരിക്കും നിന്നെ ഡോബർമാനോ നീ ഡോബർമാനൊന്നും പറയാനുള്ള ഇതൊന്നും എനിക്കില്ല നീ ചാവാലിപ്പട്ടി മനസ്സിലായി നീ ചാവാലിപ്പട്ടി അതിന്റെ അടങ്ങടാ പട്ടി ഇപ്പം ബാക്കിന്ന് വരും ഇവന്മാര് പട്ടിയാണോ അല്ലയോ ഞാൻ ഇപ്പൊ പറഞ്ഞു അതാ വരുന്ന ഇപ്പൊ മനസ്സിലായ പട്ടി ആരാന്നുള്ള ബാക്കിന്ന് വരുന്നുണ്ട്
ബ്രോ പറയാം. അല്ല എന്റെ പേര് ഷമീർ. അല്ല അയ്യോ കണ്ണൂർ കിങ്. കണ്ണൂർ കിങ്. അതാ പറഞ്ഞത്. ഞാൻ ഇവിടെ ഇന്നലെ വന്നതാ. എന്നെ ഇവന്മാര് കൂടി എന്നെ കൂട്ടം കൂടി അടിക്കാം ഇവന്മാര്. ഞാൻ ഒറ്റക്കായതുകൊണ്ട് എന്നെ കൂട്ടം കൂടി അടിക്കാം. ഞാൻ ഒറ്റക്കായതുകൊണ്ട് എന്നെ കൂട്ടം കൂടി അടിക്കാം ഇവന്മാര്. എടാ നിങ്ങളെയാണ് പറയുന്നേ അതുപോലും മനസ്സിലാവുന്നില്ലേ ആണേ. ഞാൻ എന്നോട് നന്നായിട്ട് സംസാരിക്കുന്നവരോട് ഞാൻ നന്നായിട്ട് സംസാരിക്കും. ഞാൻ കണ്ട പട്ടികളുണ്ടല്ലോ എന്നോട് തെണ്ടിത്തരം പറയുന്ന പട്ടികൾ, അവരോട് മാത്രമേ ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഒരു മോശമായ വ്യക്തിയല്ല ബ്രോ. ഇവിടെ ഞാൻ ഒറ്റക്ക് വന്നപ്പോ എന്നെ കൂട്ടം കൂടി ഇവന്മാരെ ആക്രമിക്കുക ചെയ്തത്. ബ്രോ ഈ പേ ഉള്ള പട്ടികളെ എല്ലാരും കൂട്ടത്തോടാണ് ആക്രമിക്കുന്നത്, മനസ്സിലായ? അല്ലെ ബാക്കിയുള്ളവർക്ക് പേ ആക്കി കൊടുക്കും. അതാണ് എല്ലാ ചവാലി പട്ടികളെ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇത് ചെയ്യുമ്പോ നിങ്ങൾ പട്ടികളെടുത്ത് ചെയ്യും, നിങ്ങൾ സിംഹത്തിന്റെ അടുത്ത് വരണം. പട്ടി ബ്രോ കേൾക്ക് കേൾക്ക് നിന്നെ തന്നെ പട്ടി പോയിട്ടുണ്ട്. അത് ഞാൻ കണ്ട്. ഇതാ വാ വരാം. സിംഹം വേണ്ട, ഞാൻ വെറുതെ ഞാൻ പൊട്ടനാണ്. മനസ്സിലായി. അല്ല അവന്മാര് എന്നെ എന്തൊക്കെ ചെയ്യുവോ? എന്നെന്താ ചെയ്യുവോ? അവന്മാരെന്താ ചെയ്യുവോ? നമ്മളില്ലേ എന്ത് ചെയ്യാനാ? നിങ്ങള് ഏതാ ഫാമിലി? നമ്മളൊക്കെ ഇല്ല. കണ്ണൂർ കിങ് നമ്മുടെ കൂടെ ഉണ്ട്.